എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇൻട്രോ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം ജോഷ് ബൈക്സ് ഒന്നാമത്തെ ഫ്ലോറ്, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നല്ല രീതിയിൽ റണ്ണായി പോകുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓൺലൈനാണ് നമ്മൾ കൂടുതൽ ചെയ്യണത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൺലൈൻ ഇതായിട്ട് ജോഷ് ബൈക്സ് താഴത്തെ ഫ്ലോറിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതല്ലാതെ നമുക്ക് വേറൊരു സ്റ്റോർ കൂടി ഉണ്ട്. അത് തൊട്ട് മേലെയാണ് ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാട്ടിത്തരുന്നത്, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം 6-7 കൊല്ലം യൂട്യൂബ് കളിച്ച് നടന്നിട്ട് എന്ത് നേടി, അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ കാട്ടണത് എന്നുള്ളത് കേട്ടോ. ഞാൻ പറയാം, നിങ്ങൾ ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. സോ ഓൾമോസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജോഷ് ബൈക്സൊക്കെ എഴുതി ഉദ്ഘാടനത്തിന് ഫുൾ ഇത് കാട്ടിത്തരാം. ഇവിടെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റോർ റൂം ഇതാണ്. നമ്മുടെ സ്റ്റോർ റൂം, ഗോഡൗണും കാര്യങ്ങളൊക്കെ ഇതാണ് ഗോഡൗൺ വരുന്നത്. കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് അധികം മാസങ്ങളായിട്ട്, കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ വീഡിയോസ് നമ്മുടെ കുറവായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലിലായാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 2 മാസമായിട്ട് വീഡിയോസ് തീരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 7-8 മാസമായിട്ട് നമുക്ക് 3ാമത്തെ ഫ്ലോറിലാണ് ഓടി കയറി വന്ന കാരണം ഇത് കാട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത്രയും നാളായിട്ട് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. നമ്മുടെ സ്റ്റോറ് ജോഷ് ബൈക്സ് 2ാമത്തെ സ്റ്റോറ് മേലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ ഈ വരുന്ന ദിവസങ്ങളാണ്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഇനോഗ്രേഷൻ വീഡിയോ ആയിട്ട് പിന്നാലെ വരും. അപ്പോൾ ഓൺലൈനായിട്ട് സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോഷ് ബൈക്സിനെ ബന്ധപ്പെടാം. നിങ്ങളുടെ ബൈക്ക് 7 ദിവസത്തിനുള്ളിലാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുക. സർവീസ് സെൻറ്റർ താഴെയാണ്. ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി നാളെയാണ് നമ്മുടെ പുതിയ ഒരു കാറ്, നമ്മളൊരു കാർ ഹണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ മുന്നേ. അപ്പോൾ ആ സമയങ്ങളിലൊന്നും നമുക്ക് കറക്റ്റായിട്ടൊരു സെക്കൻഡ് ഹാൻഡ് കാറ്, ഒരു 2 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് കാറ് നോക്കിയിട്ടായിരുന്നു നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. 2 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കൊരു കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് യൂട്യൂബിൽ കാർ ഹണ്ട് സീരീസ് തുടങ്ങിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയം മുതൽ അതൊരു 6 മാസം നീണ്ടു, 7 മാസം നീണ്ടു. എന്നിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ പുതിയ ജോഷ് ബൈക്സിൻ്റെ ചെറിയൊരു സ്റ്റോർ തുടങ്ങി. അതിനുശേഷം ജോഷ് ബൈക്സിൻ്റെ 2ാമത്തെ സ്റ്റോർ തുടങ്ങി. ഒരു 8 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്റ്റേബിളായത്. കറക്റ്റ് ഒക്ടോബർ 2025 ഒക്ടോബർ 1-ാം തീയതി ആയിരുന്നു ജോഷ് ബൈക്സിൻ്റെ 1ാമത്തെ സ്റ്റോറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആ ചെറിയൊരു സ്പേസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം കറക്റ്റ് ഒരു 8 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 2 ലക്ഷം രൂപയുടെ കാറ് വേണ്ട, നമുക്കൊരു 13 ലക്ഷം രൂപ 14 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാം, അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയത്. പക്ഷേ എന്താ പറയുക, ചില സാങ്കേതിക തകരാറുകൾ മൂലം, കാരണം ഒരു ബിസിനസ് റൺ ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാപിറ്റൽ വേണം. ഒരു ബിസിനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ABCD അറിയാത്ത ഒരാളാണ്. നമുക്ക് സൈക്കിള് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ബിസിനസ് റൺ ചെയ്യിക്കണം അങ്ങനെയാണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പയ്യെ റൺ ചെയ്ത് ഈ ഒരു 8 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബിസിനസ് റൺ ചെയ്ത് അതിൽ പ്രോഫിറ്റബിൾ ആക്കി നമുക്ക് ഒരു വണ്ടി വാങ്ങാമെന്നുള്ളൊരു ഇതിലേക്ക് ആക്കി. വണ്ടിയുടെ ആവശ്യം വന്ന കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു 13 ലക്ഷം വേണ്ട, നമുക്കൊരു നല്ലൊരു കാർ എടുക്കാം. ആദ്യത്തെ കാറ്, എനിക്കും ഡ്രൈവിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പരിചയമില്ല, വീട്ടിൽ കാറില്ലാത്തതുകൊണ്ട് തന്നെ അപ്പൻ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ പുറത്തായാലും എബ്രോഡായാലും ഇവിടെ ആയാലും കാർ ഓടിച്ച് ഇതുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഡ്രൈവിങ് കാർ ഓടിച്ചിട്ടുള്ള പരിപാടി വിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു 10-13 ലക്ഷം രൂപയുടെ കാറ് പുതിയ കൊണ്ട് തട്ടലും മുട്ടലും സ്ക്രാച്ചൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു 6 ലക്ഷം രൂപയുടെ ഒരു വണ്ടി, 6 ലക്ഷം രൂപ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത്, ബാക്കി ലോണാണ്, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു വണ്ടി എടുക്കാൻ പോവാണ് നാളെ. അതിൻ്റെ ഇടയിൽ നല്ല ചെറിയ ജലദോഷം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ട് മുന്നേ ഇവിടെ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്തിട്ട് വേണം, നാളെ മുടക്കമായിരിക്കും. അപ്പോൾ വർക്കുകൾ തീർത്തിട്ട് വേണം അതിനെടുക്കാൻ വേണ്ടി പോകാൻ. ഇന്നത്തെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മുടെ ബെറ്റിക്കൂട്ടിനെ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വാട്ടർലെസ് വാഷ് ഉണ്ട്, വെള്ളം ഒഴിക്കേണ്ട, ഇത് സ്പ്രേ ചെയ്ത് ചെയ്താൽ മതി.
വണ്ടി ബറ്റാലിയൻ്റെ V0 V1 നമ്മുടെ ബെറ്റിക്കുട്ടൻ. ബഡ്ജറ്റായിട്ട് അഫോർഡബിൾ ആയിട്ടൊരു റോഡ് ബൈക്ക് നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനായിരിക്കും ബറ്റാലിയൻ്റെ V0 V1. ടൂർണി ഗ്രൂപ്പ് സെറ്റാണ് വരണത്. ഫ്രണ്ടിൽ ടൂർണി 2x7 സ്പീഡാണ്. മെക്കാനിക്കൽ ബ്രേക്കാണ് വരണത്. പിന്നെ എൻഡ്യൂറൻസ് കാറ്റഗറിയാണ്. കാരണം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. വാട്ടർ ബോട്ടിൽ കേജുകളൊക്കെ 3-4 കേജ് ഉണ്ട്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ അനിയൻ ആണ് കടയിലേക്ക് വരാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് ആ കാറിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നോരോന്ന് കാട്ടിത്തരാം. കാറ് നാളെയാണ് എടുക്കണതെന്നുണ്ടെങ്കിലും ഇന്നോട്ട് പരിപാടികൾ തുടങ്ങും. ഞാനൊരു വ്ളോഗായിട്ട് കയറ്റി എടുത്തു എന്ന് മാത്രം. സോ നമ്മുടെ ബെറ്റിക്കൂട്ടനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് കാർ എടുക്കാൻ പോകാൻ സുഹൃത്തുക്കളെ. കാത്തിരിപ്പിന് ശേഷം ആ കാർ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ബെറ്റിക്കൂട്ടിന് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. കുറച്ച് ദിവസം മുന്നേ നല്ല ഒരു പനി ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ്, ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോണത് കേട്ടോ. ആ പനിയുള്ള സമയത്ത് ചെറിയൊരു സംഭവം ഓർഡർ ചെയ്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതെ, വേറെ ഒന്നുമല്ല, നമ്മൾ കാർ ഹണ്ട് നടത്തി നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ വാങ്ങില്ല എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ സ്വന്തമായി ഫൈനലി വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന WagonR ടൂർ H3 ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ ഒരു കാറാണ് കേട്ടോ. വീടിൻ്റെ ഉമർത്ത് KL08 G3498. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കാർ കേട്ടോ. WagonRൻ്റെ ടൂർ H3 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 6 ലക്ഷമോ സംതിങ് ആണ് വില വരണത്. 6 ലക്ഷം രൂപയ്ക്കാണ് ഇത് വരണത്. നമ്മൾ ബേസ് മോഡലാണ് എടുത്തത്. വേറെ പ്രത്യേകിച്ച് ആഡംബരമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ വണ്ടി. നല്ലൊരു പനി പിടിച്ച് കെടുപ്പായിരുന്നു. ആ സമയത്തായിരുന്നു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബുധനാഴ്ച തന്നെ കാർ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പനി നോക്കണ്ട, ഇത്രയും വലിയ കാര്യമല്ല നടക്കുന്നത്. കാരണം വീട്ടിലേക്ക് പുതിയൊരു കാറ് അല്ലെങ്കിൽ ഒരു ഇത് വരാമെന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മെമ്പർ വരുന്ന പോലെ. നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, ഒരു നീരജ് മാധവിൻ്റെ പടത്തിൻ്റെ പേരിറങ്ങി താഴെ നിന്ന് കമൻറ്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്ക് പുതിയ കാർ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ സമയത്ത് നമുക്കൊരു ഹീറോ ഹോണ്ട ബൈക്ക് ഉണ്ടായിരുന്നു. ആ ഹീറോ ഹോണ്ട ബൈക്കിൽ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എല്ലാ ഞായറാഴ്ചയും എറണാകുളത്തേക്ക് പോവും. 5 ലക്ഷത്തിൻ്റെയും 6 ലക്ഷത്തിൻ്റെയും സൈക്കിളുകളുടെ റോഡ് ബൈക്സിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 രൂപ 500 രൂപയ്ക്ക് കയ്യിലുണ്ടാവുള്ളൂ. അതിൽ ബൈക്കിൽ പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ ഭക്ഷണവും കഴിക്കണം. അതേ ഒരു ഞായറാഴ്ച ഇന്ന് ഞാനും അമ്മയും അനിയനും കൂടിയിട്ട് ഡാഡി വരുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ 3 ആളും കൂടിയിട്ട് വീണ്ടും എറണാകുളത്തേക്ക് പോവുകയാണ്. ഓടിച്ച് ഒരാഴ്ചയ്ക്ക് മേലെ ആയിട്ട് അപ്പോൾ വണ്ടി കിട്ടിയിട്ട് ഓടിച്ച് കുറച്ച് ഇതുകളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളും കാട്ടിത്തരാം. ബാക്കി വിശേഷങ്ങൾ നമ്മളുടെ കാറിൽ ബാക്കി വിശേഷങ്ങൾ പറയാം സുഹൃത്തുക്കളെ. ഗൈസ്, വേറെ ഇതുകളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചിരുന്ന വണ്ടി അത് പറയാം അല്ലേ? അത് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത കാലം എടുക്കുമ്പോഴേക്കും അതും കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തെ മോഡൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഗൈസ്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കിയേൻ്റെ സെൽറ്റോസ് ഒരു മിഡ് വേരിയൻ്റ് ഉണ്ടായിരുന്നു. 14 ലക്ഷത്തിനൊരു വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ബിസിനസ്സിലേക്ക് കൂടുതൽ കാശ് ഇറക്കുന്നതിൻ്റെ ആവശ്യകത കൂടുതൽ. പ്രയോറിറ്റീസ് ആണല്ലോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി അതിനായതുകൊണ്ട് ചെറുതായിട്ട് പ്രയോറിറ്റി ഒന്ന് മാറി നമ്മൾ ചെറിയൊരു കാർ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പയ്യെ അപ്ഗ്രേഡ് ചെയ്യാം. ആദ്യം ഇരുന്നിട്ട് കാല് നീട്ടണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. ഇത് CNG ആണ് സുഹൃത്തുക്കളെ, CNG ആണ്. എനിക്ക് ഒരു 6-7 ലക്ഷം രൂപയുടെ കാറ് വീടിൻ്റെ ഉമ്മർത്ത് വെറുതെ ഞങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മളൊരു പെർമിറ്റും എടുക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ടാക്സി പെർമിറ്റും എടുക്കുന്നുണ്ട്. സോ ഇത് റെൻറ്റിന് പോകാം. പുതിയ കാറ് വാങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരു പ്ലാനുകളുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഹീറോ ഹോണ്ട ബൈക്കിൽ പോയിരുന്ന ഞാനിപ്പോൾ സ്വന്തമായി കാർ ഓടിച്ച് എറണാകുളത്തേക്ക് പോവാണ്. സൂപ്പർ എക്സൈറ്റഡ്. സ്വന്തം കാറിൽ
ഇരുന്ന് അമ്മയും യാത്ര ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് കവറൊന്നും ഊരിയിട്ടില്ല കേട്ടോ. പ്ലാസ്റ്റിക് കവർ മുഷിഞ്ഞിട്ട് ഊരാന്നൊക്കെ വിചാരിച്ചു. ടിപ്പിക്കൽ, അതെ ടിപ്പിക്കൽ മല്ലു തിങ്സ്. സീറ്റ് കവർ ഊരാത്ത എനിക്ക് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. മാക്സിമം കീറി പൊഴിയുമ്പോൾ പോട്ടെ, എന്നിട്ട് സീറ്റ് കവറൊക്കെ വെക്കാന്ന് വിചാരിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് പയ്യെ പോവാം ഗൈസ്. ഗൈസ് ഇത് ഒരു പുതിയ ക്യാമറ ആംഗിൾ ആയിരിക്കും അല്ലേ? 6-7 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്യാമറ ആംഗിള് ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ ഇല്ലല്ലോ, ഞാൻ ഓടിക്കാൻ ആരും എനിക്ക് തരൂല ഓടിക്കാൻ. ബാക്കിൽ അമ്മയുണ്ട് കേട്ടോ, അമ്മനായിട്ട് ഇവിടുത്തെ ബാക്കിൽ അമ്മ ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ടോള് ആദ്യമായിട്ടാ ഞാൻ ഓടിച്ച് ടോള് കൊടുത്ത് പോണത്. എന്താ ഇവിടെ പ്രൊസീജിയർ എന്ന് എനിക്കറിയില്ല. ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആവില്ലേ? അല്ല, ഇവിടെ ക്യാഷ് കൊടുക്കണേന്നുണ്ട്. അല്ല, ഓട്ടോമാറ്റിക്കലി കേറി പോണ. ഓ, ഫാസ്റ്റ് ട്രാക്ക് അപ്പുറത്താ. ഇവിടെ ക്യാഷ് കൊടുക്കണം. ഇവിടെ അയ്യടാ, ഫാസ്റ്റ് ട്രാക്ക് നടുവില. അതറിയില്ല കേസ്, ആദ്യമായിട്ടല്ലേ കാർ ഓടിക്കണേ. ആദ്യമായിട്ട് തന്നെ എറണാകുളം വരെ ഓടിക്കണതും ബസ്സിലേക്ക് കൊണ്ട് പോവാറ്. ഇവിടെ ക്യാഷ് കൊടുക്കണടാ. ഈ പാലം പണി കഴിഞ്ഞ അറിയില്ല. പുതുക്കാട്ടേക്ക് ഇല്ല, ഞാൻ ഇതിൽ കൂടെ ആദ്യമായിട്ടാ പുതുക്കാട് ഇതിന്റെ മേൽപ്പാലം. ഈ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? താഴെയുള്ള കച്ചവടക്കാര് കുറച്ച് ബുദ്ധിമുട്ടും. മറ്റേത് കുറച്ചുകൂടി ഒരു അട്രാക്ഷനും ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ ബിസിനസ്സിൽ ഫുള്ളി ഇൻവോൾവ് ആയ കാരണം ഫുള്ള് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ആണ് നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നത് സുഹൃത്തുക്കളെ. ഇത്ര പെട്ടെന്ന് പണി കഴിഞ്ഞൂല്ലേ? അവിടെ പഠിക്കാൻ ഒരു പഠിക്കുമ്പോ പണി വീഡിയോയിലുണ്ടായില്ലേ മേൽപ്പാലം പണി കഴിഞ്ഞു ചോദിച്ചിട്ട് അങ്ങോട്ട് അതിൽ കൂടെ വന്നിട്ട് വീണ്ടും തിരിച്ച് റിട്ടേൺ പോണ്ടി വന്നത്. ചിലപ്പോ പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ വല്ലതായിരിക്കും. ഇപ്പൊ ഫുള്ള് മേൽപ്പാലത്തിന്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് പണി കഴിഞ്ഞാണെന്ന് തോന്നുന്നുണ്ട്. നമ്മള് ഒരു ആന്റീനെ കാണാൻ വേണ്ടിട്ട് എറണാകുളത്തേക്ക് പോണതാ സുഹൃത്തുക്കളെ. അപ്പൊ ബസ്സിൽ അമ്മ മാത്രം പോവാനായിരുന്നു പ്ലാൻ. പക്ഷെ ഞാൻ എറണാകുളം ആയതുകൊണ്ട് ഹൈവേ അല്ലേ, അപ്പൊ വലിയ ഞായറാഴ്ചയല്ല, തിരക്കും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ന് കരുതി ഞാൻ പറഞ്ഞു കാറിൽ നമുക്ക് പോവാം, 3 ആൾക്കും കൂടി പോവാം എന്ന് പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടാ. അങ്ങനെയാണ് ഇങ്ങനൊരു ട്രിപ്പ് തന്നെ ഓണായത്.